ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സൈറ്റിൽ പാരപ്പറ്റ് കെട്ടുന്ന ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ പാരപ്പറ്റ് കെട്ടാൻ വേണ്ടി നമുക്ക് ഈ കല്ല് മുഴുവനും മുകളിൽ കയറ്റണം. അപ്പോൾ ഇത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പാരപ്പറ്റ് കെട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഹോളോ ബ്രിക്സ് രാവിലെ വണ്ടിയിൽ കൊണ്ടുവന്ന് 240 കല്ല് കൊണ്ടുവന്നു. അപ്പോൾ യൂണിയൻകാരാണ് അത് ഇറക്കുന്നത്. അപ്പോൾ യൂണിയൻകാർ ഇറക്കിയതിന് ശേഷം നമ്മൾ ഇന്ന് 3 പേരുണ്ട്. അപ്പോൾ ഈ കല്ല് മണൽ മുഴുവനും രണ്ടാമത്തെ നിലയുടെ മുകളിൽ കയറ്റണം. അപ്പോൾ ചാരം വഴിയേ നമുക്ക് കയറ്റാം, അതായത് പൊക്ക ഇട്ടിട്ടുണ്ട്, അതുവഴിയേ നമുക്ക് മുകളിൽ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കയറ്റിയിട്ട് നമ്മൾ നാളെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ പാരപ്പറ്റ് എളുപ്പത്തിലാണ് കേട്ടോ, സിമ്പിൾ വർക്കാണ്, അതായത് ഡിസൈനൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മളിതായിപ്പം ഈ ചാരം വഴി, അതായത് ഈ പൊക്കത്തിൽ കൂടിയാണ് നമ്മൾ ഹോളോ ബ്രിക്സ് മുഴുവനും കയറ്റുന്നത്. അപ്പോൾ 240 കല്ലിൻ്റെ കെട്ടുണ്ട്. അപ്പോൾ 240 കല്ലും മുകളിൽ കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ ഹോളോ ബ്രിക്സൊക്കെ താഴ്ന്ന് മുകളിൽ കൊണ്ടുവന്ന് പിന്നെ പണി ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റാവും. കാരണം നമുക്ക് ചിലപ്പം ഒരു ദിവസം കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റിയെന്നും വരില്ല. കാരണം മൊത്തം 240 കല്ലിൻ്റെ കെട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളിപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തട്ടിൽ മുഴുവനും വെള്ളമാണ്, കംപ്ലീറ്റും വെള്ളം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ വെള്ളം മൊത്തം ഓവടിച്ച് തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വരി ചുടുകല്ല് വെച്ചിരുന്നു, അത് ഞങ്ങൾ അടിച്ചിളക്കി. കാരണം അത് ലെവലല്ലായിരുന്നു, അതുകൊണ്ടാണ് അടിച്ചിളക്കിയത്. പിന്നെ നമ്മൾ മഴ സമയമാണ്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സാണ്, സിമൻറ്റ് ബ്ലോക്ക് ഇട്ടാണ് കെട്ടുന്നത് പാരപ്പറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമൻറ്റ് ശാലം കൂട്ടിയാണ് ശാന്ത്, അതായത് സിമൻറ്റ് മിക്സ് ചെയ്യുന്നത്. 6 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്. അപ്പോൾ ഇന്ന് കെട്ടാൻ വേണ്ടി ഞാൻ ഒരു മേസ്തിരിയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലൈന് ഹോളോ ബ്രിക്സ് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ ഈ തട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വരി ചുടുകല്ല് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആ ചുടുകല്ല് ലെവൽ നോക്കുന്നില്ല, കാരണം ചുടുകല്ല് കറക്റ്റ് ലെവലല്ല, അത് ചെറിയ വളവും ബെൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, 2 സ്ഥലയും, അതായത് 2 അറ്റത്തും ഒരു താവൂക്ക് വെച്ച്, അതായത് ഹോളോ ബ്രിക്സ് വെച്ച് നമ്മൾ തൂക്കി ലെവൽ ചെയ്ത് നൂല് കെട്ടിയാണ് നമ്മൾ കല്ല് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 240 കല്ല് ഇന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് കെട്ടി തീർക്കാം. പക്ഷേ നല്ല മഴയാണ്, അതുമല്ലാതെ ഈ തട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് നല്ല ചറുക്കലുമുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും റിസ്ക് പിടിച്ചാണ് നിൽക്കുന്നത്, കാരണം നല്ല ചറുക്കലുണ്ട്. കാരണം സ്റ്റെയർ കേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സാധനങ്ങൾ കയറ്റാനും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കുറച്ച് മണൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മണൽ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് വീണ്ടും മണലെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈന്, അതായത് ഫസ്റ്റ് ലൈന് നൂല് വെച്ച് കറക്റ്റ് തൂക്കി തന്നെ കെട്ടണം. പിന്നെ നമ്മൾ ഈ തട്ടടിക്കുമ്പോൾ തട്ടിൽ ഒരു 4 ഇഞ്ച് തള്ളു കൊടുക്കും. അപ്പോൾ തള്ളു കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പാരപ്പറ്റ് കെട്ടുമ്പോൾ എപ്പോഴും ഈ 4 ഇഞ്ച് തള്ളിനകത്ത് വെച്ചേ കെട്ടാൻ പാടുള്ളൂ. കാരണം നമ്മൾ താഴത്തെ ചുമര് എങ്ങനെയാണോ വന്നിരിക്കുന്നത് ആ രീതിക്കാണ് കെട്ടാൻ. കാരണം ലോഡ് താഴത്തെ ചുമരിൽ പിടിക്കും. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു നിലയും കൂടി വാർക്കണമെങ്കിൽ നമുക്ക് കെട്ട് പൊളിക്കേണ്ട ആവശ്യമില്ല, ആ കെട്ടി കൂടി തന്നെ വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു വരി നൂല് വെച്ചിട്ട് ഒരു വരി കല്ല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കല്ല് വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് അതിൻ്റെ എൻഡിൽ വെച്ചാണ് കെട്ടുന്നത്. കാരണം ഇതിൽ തള്ളില്ല, ഇത് മേളിൽ മൊത്തം റൂഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തള്ളു കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എൻഡിൽ വെച്ച് കെട്ടുന്നത്. അപ്പോൾ മാക്സിമം പാരപ്പറ്റ് കെട്ടുമ്പോൾ നമ്മൾ 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സോ അല്ലെങ്കിൽ റെഡ് ബ്രിക്കോ അത് വെച്ച് കെട്ടുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു 2ാമത്തെ നില കെട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് കെട്ട് പൊളിക്കേണ്ടി വരത്തില്ല. അപ്പോൾ അത്രയും പാഴ്ചെലവ് വരത്തില്ല, നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് തന്നെ കെട്ടിക്കയറാം. അല്ല ഇത് തള്ളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒഴുങ്ക് തന്നെ വെച്ച് കെട്ടാം. പിന്നെ 4 ഇഞ്ചിൻ്റെ ഇതാണ്. ഇതിപ്പോൾ ഇവിടെ 4 ഇഞ്ചിൻ്റെ കെട്ടുന്നെങ്കിലും വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്ലെയിനായിട്ടാണ് കെട്ടുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ വെക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 3 വരി ഹോളോ ബ്രിക്സും 1 വരി ചുടുകല്ലാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ പാരപ്പറ്റ് കെട്ടുമ്പോൾ മാക്സിമം 4 വരി വെക്കാൻ നോക്കണം. കാരണം ഈ 4 വരി വെക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ എത്തി നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് 3 വരി ഹോളോ ബ്രിക്സും 1 വരി ഇഷ്ടികയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ അടിയിൽ 1 വരി ഇഷ്ടികയും മുകളിലോട്ട് 3 വരി ഹോളോ ബ്രിക്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം 2 സൈഡിൽ നമ്മൾ കെട്ടി തീർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഇഷ്ടിക ലൈന് പോകുന്ന കാണുമ്പം തന്നെ അറിയാം, അത് മൊത്തം ബെൻഡാണ്. അപ്പോൾ ഞാൻ ഈ തട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ഫസ്റ്റ് ലൈന് 1 വരി ഇഷ്ടിക വയ്ക്കും.
അപ്പോൾ യഥാർത്ഥമായിട്ട് അങ്ങനെ വെക്കാൻ പാടില്ല. കാരണം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ 2 ഹെൽപ്പർ ഒരു മേസ്ത്രിയും കൂടി നിന്നാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പം കുറച്ച് മഴ മാറി നിന്നപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കെട്ടാൻ കയറി. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരും എന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്നത്. കാരണം ബാക്കി നമുക്ക് നാളെ വെക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നാളെ വേറൊരു സൈറ്റിലാണ് വർക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ തന്നെ കെട്ടി തീർക്കണം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. കുറച്ച് സമയം താമസിച്ചാലും നമുക്ക് ഇന്ന് തീർക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഒരു വീടിന് പാരപ്പറ്റ് കെട്ടുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ എളുപ്പ വഴി ഇതാണ് കേട്ടോ. കാരണം നമ്മൾ സാധനങ്ങളെല്ലാം മേളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് തൂക്ക് കറക്റ്റായിരിക്കണം. നമ്മൾ തള്ളിൽ വെച്ച് കെട്ടുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിന് വേണം വെച്ച് കെട്ടാൻ. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഡോർ ഇട്ടിരിക്കണം കേട്ടോ, വാതിൽ. കാരണം ഇവിടെ സ്റ്റെയർ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെയർ പുറത്തുകൂടിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ഓപ്പണിങ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് 3 വരി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3 വരി ഇനി ഇത് 2 ദിവസം നമ്മളിവിടെ ഇത് കിടന്ന് ഉണങ്ങണം. കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് മൂടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.